ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പുതിയ ചാപ്റ്ററാണ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓർ പ്രോസസ് ദാറ്റ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ നെസസറി ടു മാനേജ് ആൻ ഓർഗനൈസേഷൻ എഫക്റ്റീവ്ലി. ഒരു സ്ഥാപനം നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് ഗ്രേറ്റസ്റ്റ് അസറ്റ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. An information system consists of physical and non-physical components. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ളതും നോൺ ഫിസിക്കലായിട്ടുള്ള കമ്പോണൻസ് അടങ്ങിയതാണ്. ഇത് രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. എ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഇൻഫർമേഷൻ സിസ്റ്റം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ലൊരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഒരു സോഫ്റ്റ്വെയറുകൾ, അതിനനുസരിച്ചുള്ള ഹാർഡ്വെയറുകൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണ്, അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MISൻ്റെ ടൈപ്സുകളാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നതാണ്, ഒന്നാമത്തതാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ഇത് വളരെയധികം ഏർലിയസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് യുഗത്തിലേക്ക് ഈ ഒരു സിസ്റ്റത്തെ മാറ്റിയിട്ടുണ്ട്. അതാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. Transaction processing system is the earliest types of information system. TPS collect, store, modifies and retrieve the transactions of an organization. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, മോഡിഫൈ ചെയ്യുക ആൻഡ് റിട്രീവ് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് തിരികെ എടുക്കുക. അതൊക്കെയാണ് ഒരു TPSൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. TPS is an information system that processes data arising from the occurrence of business transaction. ഒരു TPS എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ഡാറ്റ, ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട സംഭവിച്ച ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് TPSൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ബിസിനസ് ഇവൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ബിസിനസ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ. ഒരു സ്ഥാപനവുമായി റിലേറ്റ് ചെയ്തു വരുന്ന, സ്ഥാപനത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതൊരു ആക്ഷനെയും ഏതൊരു ഇവൻറ്റിനെയും നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ്, പർച്ചേസ്, ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതെല്ലാം എന്താണ്, ഒരു ട്രാൻസാക്ഷനാണ്. ഇനി നമ്മൾ TPSൻ്റെ ഡെഫിനിഷൻ പറയുന്നത് വളരെ ചെറിയ ഡെഫിനിഷനാണ്. എ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം TPS ഈസ് എ types of information system that collect, store, modifies and retrieve the data transactions of an enterprise. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ട്രാൻസാക്ഷന്, ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റകളെ എന്ത് ചെയ്യുക, ആദ്യം കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു ആൻഡ് റിട്രീവ് ചെയ്യുന്നു. ഇതാണ് ഒരു TPSൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സുകളാണ് TPSന് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തതാണ് റാപ്പിഡ് റെസ്പോൺസ്. അഥവാ നമ്മൾക്കറിയാം, ഒരു TPSലൂടെ നമ്മളൊരു ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയാണ് എങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു സെയിൽസ് നടന്നു, സ്വാഭാവികമായിട്ടും ആ സെയിൽസുമായി ബന്ധപ്പെട്ട വൗച്ചേഴ്സ് എല്ലാം സ്ഥാപനത്തിനുണ്ടായിരിക്കും. അത് ആ സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. റാപ്പിഡ് റെസ്പോൺസ് ആണ്, പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നുണ്ട്. TPS സിസ്റ്റം ആർ ഡിസൈൻഡ്
ടു പ്രോസസ് ട്രാൻസാക്ഷൻ വിർച്വലി ഇൻസ്റ്റൻ്റ്ലി, പെട്ടെന്ന് തന്നെ വിർച്വലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്താണ് റിലയബിലിറ്റി, അഥവാ നമുക്ക് കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. TPS ഷുഡ് ബി റിലയബിൾ, കസ്റ്റമേഴ്സ് വിൽ നോട്ട് ടോളറേറ്റ് മിസ്റ്റേക്ക്. സ്വാഭാവികമായിട്ടും മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യത കുറവാണ്. കാരണം കസ്റ്റമേഴ്സിന് വെൽ നോൺ കസ്റ്റമേഴ്സാണ്. മാത്രമല്ല ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ് ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് ഇൻഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല എന്ത് TPS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സ്ഥാപനത്തിന് നല്ലതാണ്. കാരണം എന്താണ്, TPS വാണ്ട്സ് എവറി ട്രാൻസാക്ഷൻ ടു ബി പ്രോസസ്ഡ് ഇൻ എക്സാക്ട്ലി ദ സെയിം വേ റിഗാർഡ്ലെസ് ഓഫ് യൂസർ ഓർ ദി കസ്റ്റമേഴ്സ് ഓർ ദി ടൈം ഓഫ് ദി ഡേ. ഇവിടെ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ആ സ്ഥാപനത്തിൽ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എല്ലാ ട്രാൻസാക്ഷനും ഒരേപോലെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, ഒരേ പ്രോസസ്സായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് സെയിൽസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യും, സെയിൽസ് ബുക്കിലേക്ക് മാറ്റും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ സെയിൽസ്, നെറ്റ് സെയിൽസ്, അങ്ങനെ ബാലൻസ് ഷീറ്റിൽ നെറ്റ് പ്രോഫിറ്റ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്. അതൊരു വേ ആണ്, അല്ലെങ്കിൽ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതല്ലാതെ ആരാണ് ഇതിൻ്റെ യൂസർ, ആരാണ് ഇതിൻ്റെ കസ്റ്റമർ, അല്ലെങ്കിൽ ടൈം ഏതാണ് എന്നതിനനുസരിച്ച് കൊണ്ട് ഒരിക്കലും തന്നെ ഇവിടെ ട്രാൻസാക്ഷൻ്റെ പ്രോസസ്സ് മാറുന്നില്ല. അതാണ് ഇവിടെ ഇൻഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കൺട്രോൾഡ് ആക്സസ്. നാലാമത്തെ പോയിന്റാണ് കൺട്രോൾഡ് ആക്സസ്. TPS സിസ്റ്റം ക്യാൻ ബി സച്ച് എ powerful business tool. It must be able to allow only authorized employees to access it at any time. ഇവിടെ എന്താണ് കൺട്രോൾഡ് ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ബിസിനസ്സിനെ ഓവറോൾ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് TPS കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഇവിടെ TPS ഒരു പവർഫുൾ ടൂളായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഓരോ ട്രാൻസാക്ഷനെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന, ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന എംപ്ലോയീസ് എന്താണ്, ഓതറൈസ്ഡ് എംപ്ലോയീസ് ആണ്, നമ്മൾ നിശ്ചയിക്കുന്ന ആളുകളാണ്. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതല്ലാത്ത ആളുകൾക്ക് അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ടു അതർ സിസ്റ്റം. മറ്റു സിസ്റ്റം അല്ലെങ്കിൽ മറ്റു സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ TPS പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ദ അതർ ടൈപ്സ് ഓഫ് സിസ്റ്റം. എക്സാമ്പിൾ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ടു ജനറൽ ലെഡ്ജർ രജിസ്റ്റർ. ഇപ്പോൾ എന്താണ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ, ആദ്യം ട്രാൻസാക്ഷൻ നടക്കുന്നു, അത് സെയിൽസ് ആണെങ്കിൽ സെയിൽസിലേക്ക് മാറ്റുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ലെഡ്ജർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. TPS produce information on the historical basis because TPS generate information taking into account transaction already taken place in the organization. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹിസ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പാസ്റ്റ് ഡാറ്റകളെ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു പാസ്റ്റ് ഡാറ്റയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അതിനവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിട്രീവ് ചെയ്യാനും നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് ലിങ്ക് വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഓർഗനൈസേഷൻസ് establishes the relationship with the external environment. External environment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഗവൺമെൻറ്, അതുപോലെ തന്നെ ടാക്സ് അതോറിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കും. അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിൽ കസ്റ്റമേഴ്സിനോടും അല്ലെങ്കിൽ സപ്ലൈസിനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു അതർ ഫങ്ഷണൽ സബ് സിസ്റ്റം. ഓരോ സബ് സിസ്റ്റം ഓരോ സ്ഥാപനത്തിലുണ്ടായിരിക്കും. ആ സബ് സിസ്റ്റത്തിന് വേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, TPS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TPS ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ദി അതർ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സച്ച് ആസ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HRM പോലെയുള്ള ഓരോ സിസ്റ്റത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓപ്പറേഷണൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
ഓപ്പറേഷൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലേക്ക് വേണ്ട ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ ഓപ്പറേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവലാണ്, അല്ലെങ്കിൽ ലോവർ ലെവൽ പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും കൂടുതലും ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ പിന്നെ പ്രോഗ്രാമുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഡിസിഷൻസ് ആർ മെയ്ഡ് അറ്റ് ദ ഓപ്പറേഷൻ ലെവൽ. ഓപ്പറേഷൻ ലെവലിലെ പ്രവർത്തനങ്ങളായിരിക്കും കൂടുതലും ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ആ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഡിസിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ആർ സ്ട്രക്ചേർഡ്, ഹെൻസ് സച്ച് ഡിസിഷൻ ക്യാൻ ബി പ്രോഗ്രാം ഡു വെൽ ഇൻ അഡ്വാൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അഡ്വാൻസ് ആയിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി പോയിന്റുകളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.